വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 CSEB നടത്തിയിട്ടുള്ള ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫെബ്രുവരിയിൽ 1059/2025 കോഡോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറോടെയാണ് നമ്മുടെ ഈ 2025 എക്സാംസ് തുടങ്ങുന്നത്. അപ്പോൾ ജൂനിയർ ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതുപോലെ തന്നെ അക്കൗണ്ടൻസി നമ്മൾ ചെയ്യും. അപ്പോൾ അക്കൗണ്ടൻസി നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ കോസ്റ്റിങ്ങും അക്കൗണ്ടൻസിയും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, സോ നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസസ് ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ്. ഏത് കോസ്റ്റിംഗ് മെത്തേഡാണ് ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റുകളുടെ ഓപ്ഷൻസ് നോക്കാം. ബാച്ച് ഉണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്, ജോബ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ, എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കാം. കൂടെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് വേഗം ഓടിച്ചു പോകാം. നമ്മുടെ ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോയിൽ, അതായത് PYQ സീരീസിൽ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്, വിച്ച് ഈസ് സപ്ലൈഡ് വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് അനുസരിച്ച്. അതാണ്, അതായത് കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് അപ്ലൈ ചെയ്യാം, എന്നിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ, കസ്റ്റമറിൽ നിന്ന് ഒരു ഓർഡർ റിസീവ് ചെയ്തതിന് ശേഷമാണ് ആ പർട്ടിക്കുലർ ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റുകളിൽ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് ജോബ് കോസ്റ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്നും പറയും. എന്താ പറയുക? പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്നും പറയും. അപ്പോൾ ഇതൊരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്, വിച്ച് ഈസ് സപ്ലൈഡ് വേർ വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ്. അതായത് ഇൻഡിവിജ്വലിൻ്റെ ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സിൻ്റെ ആ ഓർഡേഴ്സ്, ഇൻഡിവിജ്വൽ ഓർഡറിനനുസരിച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് അതാണ്. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസസ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസസ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ്. ജോബ് കോസ്റ്റിംഗ് മെത്തേഡിൻ്റെ മറ്റൊരു പേരെന്താണ്? പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്നാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻജിനീയറിംഗ് വർക്ക്, അതായത് ഓട്ടോമൊബൈൽ ഗ്യാരേജസിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ജോബ് കോസ്റ്റിംഗ് കേട്ടോ. പ്രിൻറ്റിംഗ് പ്രസ്, ഷോപ്പ് റിപ്പയറിംഗ്, എൻജിനീയറിംഗ് വർക്ക്. അപ്പോൾ എൻജിനീയറിംഗ് വർക്കും ഓട്ടോമൊബൈൽ വർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. എൻജിനീയറിംഗ് വർക്ക് ചോദിച്ചാലും ജോബ് കോസ്റ്റിംഗ് ആണ്. ഓട്ടോമൊബൈൽ വർക്ക് ചോദിച്ചാലും മെഷീൻ ടൂൾസിൻ്റെ മാനുഫാക്ചർ ചോദിക്കാം, മെഷീൻ ടൂൾസ് മാനുഫാക്ചറിങ്, അതുപോലെ റിപ്പയറിങ്, അത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷിപ്പിൻ്റെ ബിൽഡിങ്, ഷിപ്പ് ബിൽഡിംഗ് ആണ്, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ്, അതുപോലെ ഫർണിച്ചർ മേക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, ഇതൊക്കെ ജോബ് കോസ്റ്റിംഗ് ആണ്. ഫർണിച്ചർ മേക്കിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സിമിലർ നേച്ചർ മാനുഫാക്ചർ ചെയ്യുന്നു അല്ലേ. ഡെഫിനിറ്റ് ബാച്ചസ് ഉണ്ടായിരിക്കും അവിടെ, ലോട്ട്സ് ഓഫ് ലാർജ് നമ്പേഴ്സ്, ലോട്ട് കോസ്റ്റിംഗ് എന്നും കൂടി അറിയപ്പെടും കേട്ടോ. ഈ ബാച്ച് കോസ്റ്റിംഗ് അത് വേറെ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതൊരു മോഡിഫൈഡ് ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. അവിടെ ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചർ, ഒരുപോലെയുള്ള ഒരുമിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക, ഒരു ബാച്ചായിട്ട് ഉണ്ടാക്കുക. അതായത് ടോയ് മേക്കിംഗ് യൂണിറ്റ്സ്, അതുപോലെ ബേക്കറിയിൽ ഒരേപോലത്തെ സാധനങ്ങളായിരിക്കും അല്ലേ. ബിസ്ക്കറ്റ് ഫാക്ടറികൾ, റേഡിയോ സെറ്റ്, പിന്നെ ഇവിടെ വാച്ച് ആൻഡ് TV മാനുഫാക്ചറിങ് ഫാക്ടേഴ്സിലെ കോമ്പണൻസ് ആണ് പറയുന്നത് കേട്ടോ. സ്പെയർ പാർട്സും അതിൻ്റെ കോമ്പണൻസും ആണ് പറയുന്നത്. TV വേറെയും വരുന്നുണ്ട്. TV മാനുഫാക്ചറിങ് ഈ ഒരു ഫാക്ടറീസിൽ അതിൻ്റെ കോമ്പണൻസ്, അതുപോലെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കോട്ടൻ്റെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, അതുപോലെ ബൈസിക്കിളിൻ്റെ പാർട്സ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. സ്പെയർ പാർട്സും അതിൻ്റെ കോമ്പണൻസും, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്നുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ബാച്ച് കോസ്റ്റിങ്ങിൽ നോക്കിയിരിക്കേണ്ടത് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, സ്പെയർ പാർട്സ് ആൻഡ് കോമ്പണൻസ് ഓഫ് ഓട്ടോമൊബൈൽസ് ആയിക്കോട്ടെ, അതിൻ്റെ കോമ്പണൻസ് ആണ് കേട്ടോ. അതിലുള്ള സാധനങ്ങൾ, റേഡിയോയുടെ സാധനങ്ങൾ, TVയുടെ സാധനങ്ങൾ, റെഫ്രിജറേറ്ററിൻ്റെ, മെഷീനറീസിൻ്റെ ഒക്കെ സാധനങ്ങൾ, പാർട്സ്, ബൈസിക്കിളിൻ്റെ പാർട്സ്, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ ബാച്ച് കോസ്റ്റിംഗ് വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഒരു കോൺട്രാക്റ്റ് ബേസിസിൽ ഏറ്റെടുത്ത് സെപ്പറേറ്റ് കോൺട്രാക്റ്റ് ആയിരിക്കും ഓരോന്നിന് അല്ലേ. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സും അതുപോലെ ബിൽഡിങ്ങും
ബ്രിഡ്ജ് കൺസ്ട്രക്ഷനും ഡാം കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതൊക്കെയുമായി ബന്ധപ്പെട്ടത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ഓപ്ഷനിലുള്ളത് മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ആയിരുന്നു. മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് അതായത് വേറെ നമ്പർ ഓഫ് കോമ്പണൻറ്റ്സ് പാർട്സ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി അസംബിൾഡ് ടു ഫൈനൽ പ്രോഡക്റ്റ്. ഇവിടെ കോമ്പണൻറ്റ്സ് ഉണ്ടാക്കുകയും പിന്നെ അതുകൂടാതെ അത് അസംബിൾ ചെയ്യുകയും എന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൽ ഈച്ച് കോമ്പണൻറ്റ് ഡിഫേഴ്സ് ഫ്രം ദ അതർ ആസ് ദ പ്രൈസും മെറ്റീരിയൽസ് യൂസ്ഡും ആൻഡ് പ്രോസസ് ഓഫ് മാനുഫാക്ചർ അണ്ടർഗോണൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സെയിം പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന് തന്നെ ഒന്നിലേറെ കോസ്റ്റിംഗ് മെത്തേഡ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്നോ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നോ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സെയിം പ്രോഡക്റ്റ്. ഓക്കെ, അതിന് ഉദാഹരണമാണ് പ്രൊഡ്യൂസിങ് മോട്ടോർ കാർസ്, കാറുകൾ ഉൽപ്പാദനം, ടെലിവിഷൻ ഉൽപ്പാദനം, ഷിപ്പുകൾ ഉൽപ്പാദനം, കമ്പ്യൂട്ടർ, ഇതൊക്കെ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ ഒന്നിലേറെ പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷം അല്ലെങ്കിൽ ഒന്നിലേറെ കോസ്റ്റിംഗ് ടെക്നിക്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ അസംബിൾ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആകുവാൻ വേണ്ടി. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള 4 ഓപ്ഷൻസിൽ ചോദിച്ചിട്ടുള്ള 4 കോസ്റ്റിങ്ങും നമ്മൾ എന്തായി ഡിസ്കസ് ചെയ്തു. പിന്നെ കൂടാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്, ഈ എല്ലാ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് കേട്ടോ. അത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് ചോദ്യമാണിത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഏതൊക്കെയാണെന്ന് 8 പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ഈ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ കോസ്റ്റിങ്ങിന് നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളും. അപ്പോൾ ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആൻഡ് ഫാം കോസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ അല്ലാത്തതെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ഏത് രീതിക്കാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, പിന്നെ സർവീസ് കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, ഫാം കോസ്റ്റിംഗ്, ഇതൊക്കെ എന്താണ് ജോബ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ജോബ് കോസ്റ്റിംഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തൊരു കോളം പോലെ വരച്ച് വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ച് വേജസ് കൊടുക്കാം. ഇപ്പോൾ വേജസ് പല രീതിയിൽ കൊടുക്കാം അല്ലേ, ചെയ്യുന്ന ജോലിക്കനുസരിച്ച് കൊടുക്കാം. അതാണ് ഔട്ട്പുട്ടിനനുസരിച്ച്. എത്ര ഔട്ട്പുട്ട് നമുക്ക് തന്നോ അതിനനുസരിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അല്ലെ, എത്ര സമയം തൊട്ടിട്ട് ഇത്ര സമയം വരെ വർക്ക് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ രീതിയിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലാണ് എന്ത് നമുക്ക് വേജസ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി കൊടുക്കാം, ടൈം വെച്ച് കൊടുക്കാം, പീസ് എന്ന് വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്, അതാണ് കേട്ടോ. പീസ് റേറ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഔട്ട്പുട്ടിനനുസരിച്ച് കൊടുക്കുന്നത് പീസ് റേറ്റ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ടൈം റേറ്റ് സിസ്റ്റം പേയ്സ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ടൈം ദേ വർക്ക്. 8 മണിക്കൂർ അവർ പണിയെടുത്തു. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് എന്തുണ്ടാക്കിയെന്ന് നോക്കുന്നില്ല. ഔട്ട്പുട്ട് എന്തുണ്ടാക്കിയെന്നല്ല അവർ നോക്കുന്നത്, അവരെത്ര ഹവേഴ്സ് ആ ജോലിയിൽ ചിലവഴിച്ചു എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ അവരെത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നൊന്നും നോക്കുന്നില്ല. അവർ എത്ര ജോലിയിൽ ചിലവഴിച്ചു എന്ന് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. അതാണ് ടൈം റേറ്റ് സിസ്റ്റം. പീസ് റേറ്റിൽ അങ്ങനെയല്ല. വർക്കേഴ്സ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട്, ഓരോ യൂണിറ്റിനും ഇത്ര ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വർക്കിലാണ് കോൺസെൻട്രേറ്റ്. ഔട്ട്പുട്ട് ഉണ്ടോ, ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് പേ ചെയ്യുക. ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിറ്റ് പ്രൈസ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഐറ്റംസ് പർച്ചേസ്ഡ്, ടൈപ്പിക്കലി ഡിക്രീസിങ് ദ യൂണിറ്റ് പ്രൈസ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ്. അതായത് ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റത്തിൽ കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത് കേട്ടോ. യൂണിറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യും നമ്പർ ഓഫ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, ടൈപ്പിക്കലി ഡിക്രീസിങ് ദ യൂണിറ്റ് പ്രൈസ് ഫോർ ലാർജ് ക്വാണ്ടിറ്റി ആകുമ്പം യൂണിറ്റ് പ്രൈസ് കുറയും. ഓക്കെ, അത് ഈ ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം അതായത് ഇപ്പം നമ്പർ ഓഫ് ഒരു 100 സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം ഒരാൾക്ക് 100 സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്, ഒരുമിച്ച് എടുക്കുകയാണ്. അപ്പോൾ അത് 100 രൂപയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു.
ചിലപ്പോൾ 1000 സാധനങ്ങൾ, അതായത് 1000 യൂണിറ്റ് എടുക്കാമെന്ന് പറയാവുമ്പം ഇതിലും വില കുറച്ച് കൊടുക്കും. 100 രൂപയല്ല, അത് ചിലപ്പോൾ 50 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടും. കാരണം എന്താണ്, അവിടെ ലാർജർ ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ യൂണിറ്റ് പ്രൈസ് അവിടെ കുറച്ച് കൊടുക്കും. ഓക്കെ, ലാർജർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പം എന്താ ഉണ്ടാവുക, യൂണിറ്റ് കുറച്ച് കൊടുക്കും. അതിനെയാണ് ഈ ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണുന്നതിനുള്ള സമവാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. അത് വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് കേട്ടോ. വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും എന്താണ്, പെർ യൂണിറ്റ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. പെർ യൂണിറ്റ് ഒരിക്കലും എന്തല്ല, ചേഞ്ചിങ് അല്ല, റിമൈൻസ് ഫിക്സഡ് ആണ് കേട്ടോ. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആവുമ്പം റിമൈൻസ് ഫിക്സഡ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആവുമ്പോൾ റിമൈൻസ് ഫിക്സഡ് ആണ്. പീരിയഡ് കോസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര്, പീരിയഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് കോസ്റ്റ്. ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ, അത് നോട്ട് ചെയ്തോളൂ കേട്ടോ, നോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാലറി എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്, വേജസ് ആണ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. അപ്പോൾ അല്ലാത്തത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷനെ നമുക്കൊരു ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡയറക്റ്റ് ഔട്ട്ലേ ഉണ്ട് അല്ലേ, ബിസിനസ് ഓപ്പറേഷനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഡിപ്രിസിയേഷൻ അങ്ങനെയല്ലല്ലോ, ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വരുമ്പം സാലറീസ്, റെൻറ്റ്, യൂട്ടിലിറ്റീസ്, അഡ്വർടൈസിങ്, റോ മെറ്റീരിയൽ, സപ്ലൈസ്, ഇതൊക്കെയാണ് നോർമലി എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എന്തുകൊണ്ടാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അതുപോലെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് ചില സന്ദർഭങ്ങളിൽ കണക്കാക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് കണക്കാക്കുന്ന പ്രധാന കാരണം, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റാണെന്ന് പറയാം. പക്ഷേ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഒരു ഡയറക്റ്റ് കോസ്റ്റാണ് കേട്ടോ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റാണ്, അത് ഇൻടാഞ്ചിബിൾ ആണ്, പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യമാവുന്നില്ല, പക്ഷേ ക്വാണ്ടിഫൈ ചെയ്യാൻ, അതായത് അളക്കാൻ ഹാർഡുമാണെന്ന് പറയാം, ഹാർഡ് ടു ക്വാണ്ടിഫൈ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അവിടെ പ്രത്യേകിച്ച് ഒരു റിയൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല, പക്ഷെ എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് താനും, അതാണ്. അതുകൊണ്ട് തന്നെ ബുക്സ് ഓഫ് റെക്കോർഡ്സിലൊന്നും റെക്കോർഡ് ചെയ്യാറില്ല. എന്ത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് കേട്ടോ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ അവർക്ക് ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ്, ക്യാഷ് ഫ്ലോയിൽ ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല, ഇൻടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഹാർഡ് ടു ക്വാണ്ടിഫൈ ആണ്. അതുപോലെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാക്കുന്നില്ല, ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് എക്സ്പ്ലിസിറ്റ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എക്കണോമിക് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. അക്കൗണ്ടിങ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, എക്കണോമിക് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നോർമലി, അതായത് സാലറീസ്, റെൻറ്റ്, യൂട്ടിലിറ്റീസ്, അഡ്വർടൈസ്മെൻറ്റ്, റോ മെറ്റീരിയൽസ്, സപ്ലൈസ്, അതൊക്കെ കേട്ടോ. സാലറി, വേജസ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ ഡിപ്രിസിയേഷൻ ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് ചില സന്ദർഭങ്ങളിൽ പരിഗണിക്കാറുണ്ട്. അതുപോലെ ഫോർഗോൺ റെൻറ്റ്, അത് ഇംപ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തിലെങ്കിലും നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന ഒരു ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് എന്തായി ഉൾപ്പെടുത്താം, ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് 6 ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ബാക്കിയൊക്കെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ നമുക്ക് 1060ലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ ഓരോന്നും ശ്രദ്ധാപൂർവ്വം പഠിക്കുക. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വെൻ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഇൻ ഫെബ്രുവരി ഈസ് ഇഷ്യൂഡ് വെർ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫ്രം ഫെബ്രുവരി ടു ജൂൺ റിമൈൻസ് ഇൻ ദ സ്റ്റോക്ക്? ഏത് രീതിക്കാണ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന പലതരത്തിലുള്ള രീതികളുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യനാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഇൻ ഫെബ്രുവരി ഈസ് ഫസ്റ്റ് ഔട്ട് ആണ്. ഫെബ്രുവരിയിൽ
ഈസ് ഇഷ്യൂഡ് വേർ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫ്രം ഫെബ്രുവരി ടു ജൂൺ റിമൈൻസ് ഇൻ ദ സ്റ്റോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് ടെക്നിക്കാണ്. ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ഇൻ ഓർഡർ ഇൻ വിച്ച് ദേ ആർ പർച്ചേസ്ഡ്, ആ ഒരു ഫോമിലാണ് അല്ലേ. ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ അറൈവ് ഇൻ ദ സ്റ്റോർ. എപ്പോഴാണോ സ്റ്റോറിൽ അറൈവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ദ ഐറ്റംസ് ലോങ്ങസ്റ്റ് ഇൻ സ്റ്റോക്ക് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ലോങ്ങസ്റ്റ് ആയിട്ട് സ്റ്റോക്കിലുള്ള ആരാണോ കൂടുതൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കിലുള്ളത് അവരെയാണ് ആദ്യം ഇഷ്യൂ ചെയ്യുക. ദസ് ഈച്ച് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഓൺലി റിക്കവേഴ്സ് ദ പർച്ചേസ് പ്രൈസ് വിച്ച് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ അവർ ബാധിക്കുന്നില്ല. അവർ പർച്ചേസ് ചെയ്ത പ്രൈസ് റിക്കവർ ചെയ്യാനാണ് ഈ മെറ്റീരിയൽ നോക്കുന്നത്. ഓക്കെ, കറണ്ട് മാർക്കറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഒന്നുമല്ല, അവർ ആ പർച്ചേസ് പ്രൈസ് റിക്കവർ ചെയ്യാൻ നോക്കുന്നു. ലോങ്ങസ്റ്റ് സ്റ്റോക്കിലുള്ള ആളെന്നെയാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്, ആ ഒരു രീതിക്ക്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ആരാണോ ആദ്യം ഇന്നായത് അവരായിരിക്കണം ആദ്യം പുറത്തിറക്കേണ്ടത്. ആ ഒരു രീതിക്കാണ് പ്രൈസിങ് കൊടുക്കുന്നത്. മെറ്റീരിയൽസിൻ്റെ പ്രൈസിങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്ത ഓർഡറിലായിരിക്കും. അതേപോലുള്ള മെറ്റീരിയൽ തന്നെയാണ് സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്. അതിന് പിന്നെ പ്രത്യേക ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ടുള്ള എടുക്കുകയാണ്. എസ്പെഷ്യലി വെൻ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഫോർ എ സ്പെസിഫിക് ജോബ്. ഒരു സ്പെസിഫിക് ജോബിനോ അല്ലെങ്കിൽ സ്പെസിഫിക് വർക്കിനോ വേണ്ടി മാത്രം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന രീതി, അതാണ് സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് ദ ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽ. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ ഐറ്റംസ് ഓഫ് ലാസ്റ്റ് ബാച്ച് പർച്ചേസ്ഡ് ആർ ദ ഫസ്റ്റ് ടു ബി ഇഷ്യൂഡ്. അവസാനം പർച്ചേസ് ചെയ്ത ബാച്ച് ലാസ്റ്റ് ബാച്ചിനെ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് വിടും കേട്ടോ. ആ ഒരു രീതിയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുക. അതുപോലെ ബേസ് സ്റ്റോക്ക് മെത്തേഡും ഉണ്ട്. ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് എപ്പോഴും ഒരു ഫിക്സഡ് പ്രൈസിൽ അവിടെ റിസർവ് ആയിട്ടുണ്ടായിരിക്കും, ഒരു എമർജൻസി ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മിനിമം സ്റ്റോക്ക് ഈസ് നോൺ ആസ് ബേസ് സ്റ്റോക്ക്. ആ മിനിമം സ്റ്റോക്കിനെയാണ് ബേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് വാല്യൂഡ് അറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ദ ഫസ്റ്റ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ഈസ് റിസീവ്ഡ്. ആദ്യം സ്വീകരിച്ച മെറ്റീരിയൽസിൻ്റെ ആ ഒരു വിലയുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആൻഡ് റിമൈൻസ് അൺഅഫക്റ്റഡ് ബൈ സബ്സീക്വൻ്റ്. എത്ര പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വന്നാലും അവരെ അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത് ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ. അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്സ്. കോസ്റ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള മെത്തേഡ്സ് വരുന്നത്. സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ഉണ്ട്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതായത് ഫിഫോ ഉണ്ട്, ലിഫോ ഉണ്ട്, ബേസ് സ്റ്റോക്ക് മെത്തേഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കണു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് വെൻ ദ പീരിയഡ് ഓഫ് വർക്ക് ഈസ് കൺസിഡേർഡ്? നമ്മൾ കണ്ടതാണ്, പീരിയഡ് ഓഫ് വർക്കാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പീരിയഡ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞ കാരണം തന്നെ ഇവിടെ എന്താണ് വരിക? പീരിയഡ് ഓഫ് വർക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ടൈം റേറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. പീരിയഡ് ഓഫ് വർക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടതാണ് പീസ് റേറ്റ് സിസ്റ്റം. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ്. ക്വാണ്ടിറ്റി പറയുന്നതാണ് ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം. അടുത്തത് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡ് എന്തിന് തുല്യമാണെന്ന്. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡ് കൂട്ടുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തിന് തുല്യമാണ്? ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡിന് തുല്യമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്താണെന്നാണ് കേട്ടോ. ഓക്കെ, അത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്താണെന്ന് കേട്ടോ. അത് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ 4 ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിൽ. എന്നാലും നമുക്ക് ഒന്നുകൂടി വേഗം ഓടിച്ച് പറഞ്ഞിട്ട് പോകാം കേട്ടോ. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്താണ്? എന്തിൻ്റെ ഡിഫറൻസ് ആണെന്നാണ് പറയണത്? മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, അതാണ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. മിക്സ് വാരിയൻസ് എന്താണ്? മിക്സ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഒരു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ചതിന് ശേഷം അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അവിടെ അതാ മുന്നത്തേൽ മെറ്റീരിയൽ യൂസേജ് വാരിയൻസും ഇൻറ്റു ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് തന്നെയാണ്. ഇവിടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീനെയാണ് ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസുമായിട്ട് ഇൻറ്റു ചെയ്യേണ്ടത് കേട്ടോ.
അത് നോട്ട് ചെയ്യുക. അതാണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. കോസ്റ്റ് വാരിയൻസിൽ എന്താ, അത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് എ ഗിവൺ ഔട്ട്പുട്ടും അതുപോലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റായി, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റായി. അപ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണണമെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ചെയ്യുക, അതുപോലെ ആക്ച്വൽ കോസ്റ്റ് കാണണമെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ചെയ്യുക. മെറ്റീരിയൽസ് പ്രൈസ് വാരിയൻസും ഉണ്ട്, മെറ്റീരിയൽസ് യൂസേജ് വാരിയൻസും ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഉണ്ട്, അതുപോലെ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും ഉണ്ട്. കോസ്റ്റ് വാരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ പ്രൈസ് വാരിയൻസ് ഉണ്ട്. പ്രൈസ് വാരിയൻസ് മെഷേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് ഫോർ ദ മെറ്റീരിയൽ പർച്ചേസ്ഡ്. സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്നുള്ളത്. യൂസേജ് വാരിയൻസ് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ആൻഡ് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് വാസ് യൂസ്ഡ്. അതിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ അത്രയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 1067/2025 കേട്ടോ. എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം. ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പേരാണ് എന്ത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്നത് കേട്ടോ. മാസ്റ്റർ ബഡ്ജറ്റാണ്. നെക്സ്റ്റ് വീണ്ടും വന്നു, ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. എന്താണ് ഉത്തരമായിട്ട് വരിക? ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് എന്താണ് ഉത്തരമായിട്ട് വരിക? ഓക്കെ, ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് എന്താണ് ഉത്തരമായിട്ട് വരിക? മെറ്റീരിയൽസ് പ്രൈസ് വാരിയൻസ് ആണ് വരിക കേട്ടോ. മെറ്റീരിയൽസ് പ്രൈസ് വാരിയൻസ്. നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് നോക്കിയിട്ടുണ്ട്. മെറ്റീരിയൽസ് പ്രൈസ് വാരിയൻസ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. കണ്ടോ, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അതാണ് എന്ത്, മെറ്റീരിയൽസ് പ്രൈസ് വാരിയൻസ്. ഓക്കെ, അതാണ് മെറ്റീരിയൽസ് പ്രൈസ്. അതിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ EOQ ആണ്. EOQ എന്താണെന്നാണ് അന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. EOQൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്, എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. ഇപ്പോൾ EOQൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള EOQൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്ട് 29-ാം തീയതി എക്സാം നടന്നിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അക്കൗണ്ടിങ്ങും കോസ്റ്റിംഗ് കൂടി ഒരുമിച്ച് ഇടാം, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. EOQ സ്റ്റാൻഡ്സ് ഫോർ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ EOQൻ്റെ ഇക്വേഷൻസ് പഠിക്കണം. 2CO ഡിവൈഡഡ് ബൈ I. EOQയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ സെയിൽ ഓഫ് എ ഫേം. ഒരു ഫേം സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് എന്താണെന്നാണ്. അപ്പോൾ എല്ലാം പഠിക്കണം. വർക്ക് ഓവർ ഹെഡ് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്താണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്താണ്, ഏതൊക്കെയാണ് വരിക എന്ന് ജസ്റ്റ് അറിയണം കേട്ടോ. മെറ്റീരിയൽ ഓവർ ഹെഡ് എന്താണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ സെയിൽസ് ഓഫ് എ ഫേം എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് എന്ന മീനിങ് തന്നെയുള്ളൂ കേട്ടോ. ഓവർ ഹെഡ് എന്നാണ് കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നാണ് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ സെയിൽ ഓഫ് എ ഫേം എന്ന് പറയാം എന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഈക്വൽസ് ടു. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഈക്വൽസ് ടു. എന്തിന് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്തിന് തുല്യമാണ്? ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഈക്വൽസ് ടു ഫിക്സഡ് കോസ്റ്റിന് തുല്യമാണ് കേട്ടോ. എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഈക്വൽസ് ടു ഫിക്സഡ് കോസ്റ്റിന് തുല്യമാണ്. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ്. സ്റ്റോക്ക് വെലോസിറ്റി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ടൈം പീരിയഡ്. ദ സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ടൈം പീരിയഡ്. വീണ്ടും സ്റ്റോക്ക് വെലോസിറ്റിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. കണ്ടില്ലേ, 1071 അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു.
ഓക്കെ, ഇതിന് മുമ്പത്തെ കോഡ് ഏതായിരുന്നു? 1067 ചോദിച്ച അതേ ക്വസ്റ്റനാണ് 1071 വീണ്ടും ചോദിച്ചത് കേട്ടോ. കണ്ടില്ലേ, സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ്, ഓപ്ഷൻസും കൂടി അതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്, ടൈം പീരിയഡ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 25 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് എ ബജറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓർ എ ഫിക്സഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ആ രീതിക്ക് പ്രിപ്പയർ ചെയ്ത ബജറ്റിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബജറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓർ ഫിക്സഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഫിക്സഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന വാക്കിൽ തന്നെ നമുക്ക് ഫിക്സഡ് ബജറ്റ് എന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ബജറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഓർ ഫിക്സഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആണ് ഫിക്സഡ് ബജറ്റ് എന്ന്. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു വീണ്ടും നമ്മുടെ പഴയ തന്നെ വന്നു, അതായത് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണെന്നാണ് വന്നിട്ടുള്ളത്. അത് മെറ്റീരിയൽ യൂസേജ് വാരിയൻസുമായി ബന്ധപ്പെട്ടതാണ്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, അതാണ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. പിന്നെ ലിഫോയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ലിഫോയുടെ ഫുൾ ഫോം എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ. അടുത്തത് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ഫാക്ടറി വർക്ക് ഓഫ് എ ഫേം. ഫാക്ടറി വർക്കിലുള്ള എക്സ്പെൻസുമായി ബന്ധപ്പെട്ടത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫാക്ടറി വർക്ക് വരുമ്പോൾ തന്നെ വർക്ക്സ് ഓവർ ഹെഡാണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. വർക്ക്സ് ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പം അതിന് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയാം, വർക്ക്സ് ഓവർ ഹെഡ് എന്ന് 2 പേരുണ്ട് കേട്ടോ. ഓക്കെ, ഏത് വേണമെങ്കിൽ ചോദിക്കാം. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നോർമൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, റെൻ്റ്, റേറ്റ്സ്, ടാക്സസ് ഓഫ് ഫാക്ടറി, ക്യാൻറ്റീൻ എക്സ്പെൻസസ്, ഇതൊക്കെയാണ്. അതായത് അവിടുത്തെ ഫാക്ടറിയുടെ ഉള്ളിലുള്ള പ്രിമൈസസിൽ ഉള്ളിലുള്ള പ്രൊഡക്ഷൻ പ്ലേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്ലേസ് അല്ലെങ്കിൽ വിത്തിൻ ദ ഫാക്ടറി പ്രിമൈസസ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഓഫീസ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് എന്ന രീതിക്ക് കണ്ടാൽ മതി കേട്ടോ. മീനിങ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് മറ്റൊരു പേരുണ്ട്. അതുമായി കണക്ട് ചെയ്തത് അവരുടെ ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് കേട്ടോ. സാലറി, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ സാലറി, പോസ്റ്റേജിൻ്റെ, ടെലഗ്രാമും ടെലിഫോണും സ്റ്റേഷനറിയും, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസ്. ഓക്കെ, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിൻ്റെ സാലറി, ട്രാവലേഴ്സിൻ്റെ കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്, അതൊക്കെ സെല്ലിംഗ് ഓവർ ഹെഡാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഡെലിവറിയും അതുപോലെ തന്നെ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതായത് ഫൈനൽ കൺസ്യൂമർക്ക് എത്തണ വരെ പ്രോസസ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഡെലിവറി വാൻ എക്സ്പെൻസസ്, ലോഡിങ് ആൻഡ് അൺലോഡിങ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഡെലിവറി മാൻ്റെ ചാർജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അടുത്തത് ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ മാർജിനൽ സേഫ്റ്റി ഈസ് ഈക്വൽ ടു, എന്തിന് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? പ്രോഫിറ്റിനാണ് തുല്യം കേട്ടോ. അതായത് എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽസ് ടു ടോട്ടൽ കോസ്റ്റ് ആണോ, ഫിക്സഡ് കോസ്റ്റ് ആണോ, പ്രോഫിറ്റ് ആണോ വെച്ചാൽ അപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ അല്ലെങ്കിൽ ബഡ്ജറ്റഡ് സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൺ പോയിൻ്റ് സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ ഓർ ബഡ്ജറ്റഡ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് സെയിൽസ് ആണ് കേട്ടോ. BEP സെയിൽസ്. BEP സെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ആ ഒരു പോയിന്റിൽ BEPയിലുള്ള പോയിന്റിൽ, അതായത് BEPയിൽ എല്ലാ ഫിക്സഡ് കോസ്റ്റും കവർ ചെയ്ത് നിൽക്കും. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിന് കവർ ചെയ്തിട്ടാണ് നിൽക്കുക. അവിടെ പ്രോഫിറ്റ് 0 ആയിരിക്കും. എവിടെ? BEPയിൽ. പിന്നെ സെയിൽ, ഈ BEPക്ക് മുകളിൽ സെയിൽ ഉയരുമ്പോഴാണ് പ്രോഫിറ്റ് കൂടുക. ഓക്കെ, BEPക്ക് മുകളിൽ സെയിൽ ഉയരുമ്പം പ്രോഫിറ്റ് കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വൽ ഓർ ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി, എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ മാർജിൻ ഓഫ് സേഫ്റ്റി എന്തിന് തുല്യമാണെന്ന് ചോദിച്ചാൽ പ്രോഫിറ്റിന് തുല്യമാണ്.
ഏതെങ്കിലും സെയിൽ BEPയുടെ മുകളിൽ ഏത് സെയിൽ ഉയർന്നാലും അത് പിന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആനുവൽ ഡിമാൻഡ് ഈസ്, അതായത് 1072 നമുക്കൊരു പ്രോബ്ലം ചോദിച്ചു EOQൻ്റെ. നമുക്കതൊന്ന് നോക്കാം, എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ആനുവൽ ഡിമാൻഡ് 1000 യൂണിറ്റാണ് ആനുവൽ ഡിമാൻഡ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് പ്രൈസ് 10 പറഞ്ഞിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് 10% പറഞ്ഞിട്ടുണ്ട്. ഓർഡറിങ് കോസ്റ്റ് 5 പെർ ഓർഡറാണ് കേട്ടോ. പെർ ഓർഡറാണെന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ EOQ എങ്ങനെ കാണും? EOQ കാണേണ്ട ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. എന്താണ്? EOQ ഈക്വൽസ് റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I ആണ് EOQൻ്റെ ഇക്വേഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ 3 കിട്ടണം അല്ലേ? C കിട്ടണം, O കിട്ടണം, I കിട്ടണം. ഓക്കെ, ഇത് 3 കിട്ടണം. അപ്പോൾ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ആണ് C. ആനുവൽ കൺസംഷൻ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? ആനുവൽ ഡിമാൻഡ് എന്ന് തന്നിട്ടുണ്ട് 1000. അപ്പോൾ ആനുവൽ കൺസംഷൻ ഇവിടെ 1000 ആണ്. പിന്നെ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിങ് 1 ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ചിലവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5 പെർ ഓർഡർ. ഓക്കെ, ഓർഡറിങ് കോസ്റ്റ് അതാണ് ഒരു ഓർഡർ ചെയ്യാനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റാണ് 5 പെർ ഓർഡറാണ്. ഒരു ഓർഡറിന് ₹5 ചിലവ് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വരിക. അപ്പോൾ Oയും കിട്ടി, Cയും കിട്ടി, 2 പിന്നെ ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻറ്റു ചെയ്തു. 2 ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിൽ 2 ഇൻറ്റു 1000 ഇൻറ്റു 5 ഇട്ടു ഡിവൈഡഡ് ബൈ, പിന്നെ ഉള്ളത് I ആണ് കേട്ടോ. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ ആനുവൽ ക്യാരിയിങ് കോസ്റ്റാണ് കേട്ടോ. അപ്പം മൊത്തമാണ് തന്നിട്ടുള്ളത്, അതായത് അതിൻ്റെ പെർസെൻറ്റേജാണ് തന്നിട്ടുള്ളത്. യൂണിറ്റ് പ്രൈസ് 10 തന്നിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് 10% എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? യൂണിറ്റ് പ്രൈസ് 10 തന്നിട്ടുള്ളത്. യൂണിറ്റ് പ്രൈസ് അല്ല നമുക്ക് വേണ്ടത്, ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റാണ് വേണ്ടത്. ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റാണ് I എന്നുള്ളത് കേട്ടോ. അതായത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ യൂണിറ്റ് പ്രൈസ്. യൂണിറ്റ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് എന്ത് കണക്കാക്കുക? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കാം. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ യൂണിറ്റ് പ്രൈസ്. അപ്പോൾ യൂണിറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് എത്ര? 10. അതിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിലാണ് കണക്കാക്കുക. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 വരിക കേട്ടോ. അപ്പോൾ ആ 1 നമ്മൾ അടിയിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ റൂട്ട് ഓഫ് 10000 എന്ന് വരുമ്പം 100 യൂണിറ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. 100 യൂണിറ്റ്. ഓക്കെ, ചിലപ്പോൾ ഇതേ പ്രോബ്ലം ആവർത്തിക്കാം. അപ്പോൾ ചെയ്തു പഠിക്കാം കേട്ടോ. അടുത്ത നമ്മൾ പറഞ്ഞു അല്ലേ, മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഏതൊക്കെ കോസ്റ്റിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഉണ്ടോ, സ്റ്റാൻഡേർഡ് ഉണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ 5-6 പ്രധാനപ്പെട്ടത് പറഞ്ഞില്ലേ? 8 പറഞ്ഞത് അല്ലേ. ജോബ് കോസ്റ്റിംഗ് ഉള്ളതാണ്, പക്ഷേ ജോബ് കോസ്റ്റിംഗ് ഇവിടെ തന്നിട്ടില്ല. ബാച്ച് കോസ്റ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളതാണ്, ബാച്ച് കോസ്റ്റിംഗ് ഉള്ളതാണ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഉള്ളതാണോ? അതെ, കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും നമുക്ക് ഉള്ളതാണ്. ആ 8 പഠിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉള്ളതാണോ? അല്ല, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉള്ളതല്ല. പ്രോസസ് കോസ്റ്റിംഗ് ഉള്ളതാണോ? അതെ, പ്രോസസ് കോസ്റ്റിംഗ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ളതിന് ടിക്ക് ചെയ്യുക, ഇല്ലാത്തതിന് ടിക്ക് ചെയ്യണ്ട. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഉള്ളതല്ല. അത് ഒരു ടെക്നിക്ക്, അതൊരു മെത്തേഡല്ല, അത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് കേട്ടോ. അത് വേറൊരു ടൈപ്പാണ്. അതായത് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതിൽ വരുന്നതാണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് കേട്ടോ. അത് ടെക്നിക്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. മെത്തേഡല്ല, ടെക്നിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നതാണ് ഈ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ടെക്നിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ 3 വരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വേണം, 3 വേണം, 5 വേണം. അപ്പോൾ C ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ C ആണ് ഇവിടെ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കാം. അടുത്തത്
അവിടെ നമ്മൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് 8 എണ്ണം പഠിച്ചു വെച്ചോളൂ കേട്ടോ. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സർവീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്, യൂണിറ്റ് ഓർ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്, ഫാം കോസ്റ്റിംഗ്. പിന്നെ വേജ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. വേജ് ഷീറ്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പേറോൾ ഡിപ്പാർട്ട്മെൻറ്റാണ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. പേറോൾ ഡിപ്പാർട്ട്മെൻറ്റാണ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ വർഷം ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് നമുക്ക് ഒരുമിച്ച് അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ തന്നെ കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എക്സാം ആവാനായി. ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയും നമുക്ക് സൺഡേസിൽ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. തുടർച്ചയായിട്ടുള്ള നമ്മൾ ഈ സീരീസിലെ എല്ലാ വിഷയം 2025 ബന്ധപ്പെട്ടിട്ട് അത് തന്നെ നമുക്ക് 2024 എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കാണുക, നിങ്ങൾ കമൻറ്റ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടി തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.